ഹലോ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. BSc അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ ഡിഗ്രി പൂർത്തിയാക്കിയവർക്ക് വലിയൊരു അവസരം ഒരുക്കുകയാണ് കേരള PSC. അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് അഗ്രികൾച്ചർ ഓഫീസർ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ താമസിക്കാതെ കേരള PSC പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. സാലറി സ്കെയിൽ കൊണ്ടും ജോബ് പ്രൊഫൈൽ കൊണ്ടും വളരെ അട്രാക്റ്റീവാണ് ഈ പോസ്റ്റ്. ഗസ്റ്റഡ് പോസ്റ്റാണ്. ലാസ്റ്റ് തവണ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് 2020 2022 എക്സാം നടത്തി 2023 ഇതിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം അല്ലേ മിസ്? അതെ സാർ നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. കഴിഞ്ഞ ഈ എക്സാം വന്നപ്പോൾ കാറ്റഗറി നമ്പർ വന്നിരുന്നത് 475/2020 ആയിരുന്നു. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് BSc ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചറിലാണ്. നമ്മളൊരു 4 വർഷം പഠിച്ചിറങ്ങി ഇത് ഒരു മനസ്സിൽ ഒറ്റ ആഗ്രഹത്തോടാണ് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. എങ്ങനെയുള്ള അഗ്രികൾച്ചർ ഓഫീസർ ആവണം, ഒരു ഡയറക്റ്റ് നമ്മൾ ജോലിക്ക് കയറി ഗസറ്റഡ് റാങ്കിലൂടെ ഡയറക്റ്റ് പോസ്റ്റിംഗ് എല്ലാ BSc അഗ്രികൾച്ചർ കഴിഞ്ഞവരുടെ ഒരു ഡ്രീം എല്ലാവരും ഈ ഒരു പോസ്റ്റ് ആസ്പിറൻസ് ആണ്. കാരണം നല്ലൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ്. സ്കെയിൽ ഓഫ് പേ വളരെ അട്രാക്റ്റീവ് ആണ്. വളരെ ഗ്ലാമർ ജോബ് ആണ് അല്ലേ? 55,200 രൂപ മുതൽ 1,15,000 രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 37 വയസ്സ് വരെയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ എക്സാമിന്റെ മെയിൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് ഫെബ്രുവരി 9 ആയിരുന്നു 2023. അതിന്റെ കട്ട് ഓഫ് ആണ് പിന്നെ നമ്മളെ കുറച്ച് ആശങ്കത്തിലൊക്കെ എന്തുകൊണ്ട് ഇത്രയും നല്ലൊരു പോസ്റ്റിന്റെ കട്ട് ഓഫ് ഇത്രയും കുറയുന്നു എന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ 3 എക്സാമുകൾ ഒരേപോലെ നടത്തിയല്ലേ? 2 അഗ്രികൾച്ചർ ഓഫീസറിന്റെയും ഒരു സോയിൽ സർവേയുടെ എക്സാമിന്റെയും കൂടെ ഒരുമിച്ചായിരുന്നു എക്സാം വിളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 2021 എക്സാം വരെ നോക്കുവാണെങ്കിലും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ സബ്ജക്ട്സിൽ നിന്നൊക്കെ വെയിറ്റേജ് വളരെ കുറവായിരുന്നു. അതെ സാർ, വളരെ കുറഞ്ഞ കയ്യിൽ എണ്ണാവുന്ന ക്വസ്റ്റ്യൻസുകൾ മാത്രമേ വന്നുള്ളൂ. അതുവരെയുള്ള കേരള PSC അഗ്രികൾച്ചർ നോക്കുകയാണെങ്കിൽ ഫുൾ ഒരു POP ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട് ഇല്ലാത്ത ഒരു എക്സാം ആയിരുന്നു. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയ എക്സാംസിന് പോയ ആളുകൾ അവർ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും വരാത്തപ്പോൾ വളരെ പാനിക് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അപ്പോൾ ആ ടൈമിലൊക്കെ അവർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ ചെയ്താൽ മാത്രം മതിയാവും. കാരണം കട്ട് ഓഫ് മാർക്ക് മിസ് പറഞ്ഞ പോലെ തന്നെ വളരെ കുറവായിരുന്നു. അതുപോലെ അഡ്വൈസ് ലഭിച്ചത് 432 പേർക്കാണ്. അപ്പോൾ ഇതിന് എക്സാമിന് അപ്ലൈ ചെയ്ത് എത്ര പേരായിരിക്കും മിസ്? ഒരു 4000 സംതിങ് ആൾക്കാരാണ് സാറേ എക്സാമിന് അപ്ലൈ ചെയ്തിരുന്നത്. ജനറൽ PSC ഒക്കെ എക്സാംസ് ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, LDC ആയിക്കോട്ടെ, 1 ലക്ഷം 2 ലക്ഷം ആപ്ലിക്കൻസ് ഒക്കെയാണ് ഉള്ളത്. അതേപോലെ അഡ്വൈസ് ലഭിക്കുന്ന ഇതേപോലെ തന്നെ 400 പേർക്കാണ്. എന്നാൽ ഇപ്പോൾ ജോബ് പ്രൊഫൈലൊക്കെ നോക്കുവാണെങ്കിൽ ഈ ഒരു പോസ്റ്റിൽ 432 പേർക്ക് ഇതുവരെ അഡ്വൈസ് ലഭിച്ചിട്ടുമുണ്ട്. ആകെ എക്സാമിന് അപ്ലൈ ചെയ്യുന്നത് 3000 പേരൊക്കെയാണ്. 3000-4000 റേഞ്ചാണ്. പക്ഷേ ഈ ഒരു എക്സാമിൽ കോമ്പറ്റേറ്റീവ് ലെവലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ മറ്റൊരു എക്സാംസിനെക്കാട്ടിലും ഒക്കെ വളരെ കുറവാണല്ലേ മിസ്? അതുപോലെ തന്നെ ഇപ്പൊ അടുപ്പിച്ചൊരു 4 എക്സാം ആണ് കേരള PSC നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത് ഓർക്കാം. അതെ 2024 എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഡിഗ്രി പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ മികച്ചൊരു അവസരമായിരുന്നു. കാരണം കേരള PSC ഓൾറെഡി 4ഓളം എക്സാമിന് നോട്ടിഫിക്കേഷൻ വിളിച്ചു. ഒരു എക്സാം നടത്തി കഴിഞ്ഞു. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാം നടത്തി കഴിഞ്ഞു. ഇനിയുള്ള 3 എക്സാമുകൾ അടുത്ത മാസം ആയിട്ടാണ്. അടുത്ത മാസം ജനുവരിയിലാണ്. ഫുഡ് സേഫ്റ്റി ഓഫീസർ, അഗ്രികൾച്ചർ ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2, അതിൽ ഹോർട്ടിക്കൾച്ചർ ഓഫീസറിന്റെ 3 എക്സാം ജനുവരിയിലാണ്. അപ്പോൾ ഈ എക്സാമുകൾക്ക് ശേഷം നമുക്ക് പുതിയൊരു ഉയർന്ന തസ്തികയിലേക്ക് മത്സരിക്കാൻ വേറൊരു അവസരം കേരള PSC ഒരുക്കുകയാണ്. ഡിസംബർ 30 എന്തായാലും ഇതിന്റെ നമുക്ക് പ്രതീക്ഷിക്കാം. ഡിസംബർ 30 വരുമെന്ന് നമുക്ക് പ്രതീക്ഷയല്ല, ഉറപ്പായിട്ടും ഇതിന്റെ വിജ്ഞാപനം വരും. അവരുടെ ഗസറ്റഡ് ഡീറ്റെയിൽസ് എല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ഒരു ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് നിങ്ങളോട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. അതെ സാർ, നമ്മുടെ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ ഡിസംബറിലായിരുന്നു അതിന്റെ ഒരു ഇത് വന്ന എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നത്. സെപ്റ്റംബറോട് കൂടി എക്സാം കഴിയുകയും ചെയ്തു. അപ്പം ഇതും അതുപോലെ തന്നെ അടുത്ത വർഷം സെപ്റ്റംബറിൽ നമുക്കൊരു എക്സാം പ്രതീക്ഷിക്കാം. അതെ കേരള PSC ഇപ്പോൾ വളരെ സ്ട്രക്ചേർഡ് ആണ്, വളരെ ഓർഗനൈസ്ഡ് ആണ്. അവര് ഇപ്പൊ തന്നെ ഈ പരീക്ഷയുടെ ലിസ്റ്റ് ഉള്ളപ്പം തന്നെയാണ് ഇതിന്റെ പുതിയ വിജ്ഞാപനം വരുന്നത്. അപ്പം ഇതിന്റെ എക്സാംസ് അവർ ഉടനെ നടത്തി ഈ ലിസ്റ്റ് എക്സ്പയർ ആകുമ്പോൾ ആളുകൾക്ക് പുതിയ ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് ലഭിക്കാൻ വേണ്ടിയാണ് PSC മൂവ് ചെയ്യുന്നത്. ഇത് ഈ ഒരു പോസ്റ്റിലേക്കല്ല, എല്ലാ ടെക്നിക്കൽ പോസ്റ്റുകളിലും, ഒട്ടുമിക്ക എല്ലാ ടെക്നിക്കൽ പോസ്റ്റുകളിലും PSC ഈ ഒരു പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി അവസരങ്ങൾ വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കും. ഇത് നിങ്ങളുടെ അവസരമാണ്. കാരണം ഈ ഒരു എക്സാമുകൾക്കൊക്കെ നന്നായിട്ട് തയ്യാറെടുത്തിട്ട് അവർ വിചാരിച്ച രീതിയിൽ എത്താൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികളുണ്ട്. അല്ലെങ്കിൽ ഈ എക്സാമുകൾക്കൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്കൊരു പ്രൊമോഷൻ പോസ്റ്റിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരു ഡയറക്റ്റ് എൻട്രിയാണ് ഈ ഒരു അഗ്രികൾച്ചർ ഓഫീസർ എന്നുള്ള ഗസ്റ്റഡ് പോസ്റ്റ്. അതെ സാർ, ഒരുപാട് ആൾക്കാർ അഗ്രികൾച്ചർ ഓഫീസറെ ഫോക്കസ് ചെയ്ത് മാത്രം ഇരിക്കുന്ന ഒരുപാട് പേരും കൂടെ. അപ്പോൾ എന്തായാലും ഡിസംബർ 30 ഇതിന്റെ വിജ്ഞാപനം വരികയാണ്. ഈ അവസരം നമ്മൾ എന്തായാലും യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പോൾ ഏണസ് അക്കാഡമിയുടെ സബ്ജക്ട് എക്സ്പേർട്ടുകൾ നിങ്ങൾക്കായി ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഫ്രീ വെബിനാറാണ് എങ്ങനെ ഈ എക്സാമിന് തയ്യാറെടുക്കാം.
എങ്ങനെ ഒരു ടെൻറ്റേറ്റീവ് സിലബസ് നമ്മൾ റെഡിയാക്കണം. കഴിഞ്ഞ ഈ എക്സാമുകളുടെ എല്ലാം PSCയുടെ ചോദ്യ പാറ്റേണിൻ്റെ ട്രെൻഡ് എന്താണ്? ഇപ്പോൾ നമുക്ക് അഗ്രികൾച്ചർ ഓഫീസറിൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ 2-3 എക്സാംസ് ഇപ്പം എക്സ്പെക്ട് ചെയ്യുവാണ് PSCയുടെ. അപ്പോൾ ഈ എക്സാമുകളുടെ ട്രെൻഡ് അനാലിസിസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഒരു ടെൻറ്റേറ്റീവ് സിലബസ് റെഡിയാക്കണം, സിലബസ് ഏത് ഓർഡറിൽ പഠിക്കണം, സിലബസിലെ സബ്ജക്റ്റുകളുടെ ഡെപ്ത് നമ്മൾ മനസ്സിലാക്കി PSCയുടെ പുതിയ ചോദ്യ പാറ്റേണിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ പരിശീലിക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സുകളും ദൂരീകരിച്ച് ഒരു വെൽ പ്ലാൻഡ് ഓൺ വേണം നിങ്ങൾ ഈ ഒരു എക്സാമിനെ സമീപിക്കാൻ. Day 1 മുതൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മളൊരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുവാണ്. വെബിനാർ ഫ്രീ ആണ്. കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്താൽ മതിയാവും. ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2ൻ്റെ എക്സാം. നെക്സ്റ്റ് മന്തിലേക്ക് നമുക്ക് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ വലിയൊരു വിജയമാണ് നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ എക്സാം ടൈമിൽ കേരള PSCൻ്റെ സിലബസ് പബ്ലിഷ് ചെയ്ത സമയത്ത് ഒരു ടെസ്റ്റ് സിലബസ് ആയിരുന്നു. കാരണം പുതിയ സിലബസിൽ കുറേ അധികം ടോപ്പിക്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ഥിരം നമ്മൾ കേരള PSC അഗ്രികൾച്ചർ എക്സാംസ് ഒക്കെ നടത്തുമ്പോൾ കാണുന്ന ടോപ്പിക്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്സ് ആയിരുന്നു അല്ലേ മിസ്? അതെ സാർ, അതെ. നമുക്ക് നമ്മുടെ BSCയുടെ എക്സാമിൽ നിന്ന് പോലും ഇത്രയും സിലബസോ അത്രയും ടോപ്പിക്കുകളോ നമ്മൾ കണ്ടിരുന്നില്ല. എക്സ്ട്രീംലി നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. എക്കണോമിക്സ് ഒക്കെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് തന്നെ ആയിരുന്നു. നമ്മുടെ അവസാന സമയമായപ്പോഴത്തേക്ക് നമ്മുടെ ഫാക്കൽറ്റീസും നമ്മുടെ സ്റ്റുഡൻസും ഒരുപോലെ ഹാർഡ് വർക്ക് ചെയ്യുവാണ് നമുക്ക് ഇതുപോലൊരു നല്ല റിവ്യൂ കിട്ടിയത്. ഇതേപോലെ നല്ല ഒരു ഫീഡ്ബാക്ക് നമുക്ക് കാണുമ്പോൾ വലിയൊരു ആത്മവിശ്വാസം നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ആ 2 മാസം കമ്പൈൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെയും ഫാക്കൽറ്റീസിൻ്റെയും ഒരു വലിയ പരിശ്രമം കൊണ്ടാണ് ഇതേപോലൊരു നല്ല ഫീഡ്ബാക്സ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ അഗ്രികൾച്ചർ ഓഫീസർ എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻറ്റൻസീവ് ഓൺലൈൻ കോച്ചിങ് നമ്മൾ ഈ മാസം പകുതിയോടുകൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യുവാണ്. സിലബസിലെ സബ്ജക്റ്റുകളെല്ലാം തന്നെ ബേസ് മുതൽ ഡെപ്ത് വരെ നമ്മൾ കവർ ചെയ്യും. PSCയുടെ പുതിയ ചോദ്യ പാറ്റേണിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്കൗട്ട് സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ ഡൗട്ട്സ് ദൂരീകരിക്കാനായിട്ട് നമുക്ക് മെൻറ്റർ സപ്പോർട്ടും വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്. ഒരു കാര്യം ഓർമ്മിച്ചോളുക, നമ്മുടെ സബ്ജക്റ്റ് എക്സ്പേർട്ടായിട്ടുള്ള ബിൻസീന മിസ് നയിക്കുന്ന വെബിനാർ ഈ മാസം 15-ാം തീയതിയാണ്. ഉറപ്പായിട്ടും ഈ വെബിനാർ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. വെബിനാർ അറ്റൻഡ് ചെയ്യാൻ കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം കൂടെ ഓർമ്മിച്ചോട്ടെ, ഏണസ്റ്റ് അക്കാഡമി കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ടെക്നിക്കൽ റിലേറ്റഡ് കോഴ്സുകൾ നടത്തി വരികയാണ്. ITI, ഡിപ്ലോമ, BSc, MSc, MTech യോഗ്യതയുള്ള ടെക്നിക്കൽ കോഴ്സുകളാണ് നമ്മൾ നടത്തി വരുന്നത്. ഇതിനോടകം 5 വർഷത്തിൽ ഒരു 150ഓളം കോഴ്സുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. PSC റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്ത ലിസ്റ്റുകളിലെല്ലാം നമ്മൾ നടത്തിയ കോഴ്സുകളിലെല്ലാം വലിയൊരു വിജയമാണ് നമുക്ക് നേടാൻ സാധിച്ചത്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് റാങ്കിൽ നേടിയ ഉദ്യോഗാർത്ഥികളുടെ ഫോട്ടോയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഒപ്പം ആ റാങ്ക് ലിസ്റ്റിലൊക്കെ തന്നെ വലിയൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ സ്റ്റുഡൻസ് ആയിരുന്നു. ഇതേപോലുള്ള വിജയം നമുക്ക് വീണ്ടും ആവർത്തിക്കാൻ സാധിക്കുന്നത് നമ്മളെ വിശ്വസിച്ച് ഏണസ്റ്റ് അക്കാഡമിയോടൊപ്പം പ്രിപ്പയർ ചെയ്യാൻ തയ്യാറെടുത്തു വരുന്ന സ്റ്റുഡൻസ്, പിന്നെ നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെ കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമമാണ്. അപ്പോൾ അഗ്രികൾച്ചർ ഓഫീസർ പോലുള്ള ഗ്ലാമർ പോസ്റ്റിലേക്ക് മത്സരിക്കാൻ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താൻ ഏണസ്റ്റ് അക്കാഡമി നല്ലൊരു സ്ഥലമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.